ഇനി നമുക്ക് ആൻഡ്രോയിഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ആപ്പിനകത്തുള്ള ഒരു സിംഗിൾ സ്ക്രീൻ. അത് ആ സിംഗിൾ സ്ക്രീന് ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ആക്ടിവിറ്റി എന്നുള്ളത്. എല്ലാ ആപ്പിനും ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഓരോ ആപ്പും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ആപ്പിനും ഒരു മെയിൻ ആക്ടിവിറ്റി ഉണ്ടാവും. നമ്മൾ ആപ്പ് ലോഞ്ച് ചെയ്യണ സമയത്ത് ആ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെയിൻ ആക്ടിവിറ്റീനെ നമുക്ക് ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഒരു ആപ്പ് എടുക്കുമ്പോൾ നമ്മളുടെ മെയിൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അത് ലോഗിൻ സ്ക്രീനിലേക്ക് പോകണോ അതോ ഹോം പേജിലേക്ക് പോകണോ എന്നുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആൻഡ്രോയിഡ് ആക്ടിവിറ്റീനെ പറ്റിയിട്ട് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മെസ്സേജിങ് ആപ്പ് എടുക്കുകയെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ഫേസ്ബുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഫേസ്ബുക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ലോഞ്ച് ചെയ്യണ നേരത്ത് അത് ഒബ്വിയസ്ലി നമ്മൾ റിഡയറക്റ്റ് ചെയ്യേണ്ടത് ലോഗിൻ സ്ക്രീനിലായിരിക്കും അല്ലേ. ലോഗിൻ സ്ക്രീനിൽ നമ്മൾ ലോഗിൻ ഇൻഫോർമേഷൻസ് എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഹോം സ്ക്രീനിലേക്ക് നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു ലോഗിൻ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ക്രീൻ അത് ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ ലോഗിൻ സക്സസ് ആയി കഴിയുമ്പോൾ ഹോം പേജിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ആ പോകുന്ന ആ ഹോം സ്ക്രീൻ അതും ഒരു ആക്ടിവിറ്റിയാണ്. ഈവൻ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചാറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തൊക്കെയാണ്. നമ്മൾ ഇപ്പം എൻ്റെ അടുത്തേക്ക് നിങ്ങൾ DM ചെയ്യാൻ പ്ലാൻ ചെയ്തൊക്കെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ഒരു യൂസർ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമല്ലോ. അപ്പോൾ അത് ആ ഒരു ചാറ്റ് സ്ക്രീൻ എന്ന് പറയുന്നതും ഒരു സെപ്പറേറ്റ് ആക്ടിവിറ്റിയാണ്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് വരുന്നുണ്ട്. അടുത്തതായിട്ട് ആൻഡ്രോയിഡിൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ ലൈഫ് സൈക്കിൾ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ സാധാ മനുഷ്യർ, നമുക്ക് ജനനം തൊട്ട് മരണം വരെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ അകത്ത് ഓരോ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഓരോ ആക്ടിവിറ്റിക്കും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതായത് ക്രിയേഷൻ്റെ ടൈം തൊട്ടിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് വരയ്ക്കുള്ള പല സ്റ്റേറ്റ്സ് ഉണ്ട്. അതിനെയാണ് ആൻഡ്രോയിഡ് ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഓരോ ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസിലും നമുക്ക് കസ്റ്റം കോഡ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഓൺ ക്രിയേറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ഓരോ സ്പെസിഫിക് ആയിട്ട് മെത്തേഡ്സ് ആക്ടിവിറ്റി ക്ലാസ്സിൽ അവൈലബിൾ ആണ്. അതായത് ക്രിയേഷൻ്റെ സമയത്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമുക്ക് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണ നേരത്തുള്ള എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ കോഡ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ആപ്പ് സ്റ്റോപ്പ് ചെയ്യണ നേരത്ത് നമുക്ക് നെറ്റ്വർക്കായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്ത് കളയണം, അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ അതിനൊക്കെ കസ്റ്റമായിട്ട് കോഡുകൾ ഈ പറയുന്ന മെത്തേഡ്സിൻ്റെ അകത്ത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ മെത്തേഡ്സ് തന്നെ ചെയ്യും. സോ അവിടെ നമുക്കങ്ങനെയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മെയിനായിട്ട് ലൈഫ് സൈക്കിളിൽ 7 മെത്തേഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് പ്രിറ്റി മച്ച് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ ക്രിയേറ്റ്. അതായത് നമ്മളുടെ ആ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്, അതായത് നമ്മളുടെ ആക്ടിവിറ്റി ലോഡാവുന്ന ആ ഒരു മൊമെൻറ്റ് അവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സ്ക്രീൻ വന്നു കഴിഞ്ഞതിന് ശേഷം നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങൾ ഈ മെത്തേഡിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഓൺ റെസ്യൂം എന്ന് പറയുന്നത് അതുപോലെ നമ്മളുടെ ആപ്പ് കംപ്ലീറ്റ്ലി റണ്ണിങ് സ്റ്റേറ്റിലേക്ക് ആയതിനു ശേഷം റൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമിലറായിട്ട് നമുക്ക് പിന്നെ ഓൺ പോസ്, ഓൺ സ്റ്റോപ്പ്, ഓൺ റീസ്റ്റാർട്ട്, ഓൺ ഡിസ്ട്രോയ്, അങ്ങനെ 7 മെത്തേഡ്സ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3ാമത്തെ മൊഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഇതെന്തൊക്കെയാണെന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ വരുന്ന ലെയർ എന്ന് പറഞ്ഞാൽ
ആപ്ലിക്കേഷൻ ലെയറാണ്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചറിലുള്ള ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ്. ഇവിടെയാണ് യൂസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ലെയറിനകത്ത് 2 ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം സിസ്റ്റം ആപ്ലിക്കേഷൻസ്, അതായത് നമ്മളുടെ ഫോണിൻ്റെ അകത്തുള്ള കോണ്ടാക്റ്റിൻ്റെ ആപ്പ്, അതേപോലെ മെസ്സേജസിൻ്റെ ആപ്പ്, ക്യാമറ ആപ്പ്, അങ്ങനെയുള്ള സിസ്റ്റം ബിൽട്ടിൻ ആയിട്ടുള്ള ആപ്സും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ത്രൂ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും APK വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സും ഇൻക്ലൂഡഡ് ആണ്. ആപ്ലിക്കേഷൻസ് ഒക്കെ പൊതുവേ നമ്മൾ ജാവ അതല്ലെങ്കിൽ കോഡ്ലിൻ അതുമല്ലെങ്കിൽ മറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആപ്പിൻ്റെ അകത്തുള്ള ഓരോ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസസ് അഥവാ UI കോഡ് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് XML ലേഔട്ടിൻ്റെ അകത്താണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഒരിക്കലും ഒരു ആപ്ലിക്കേഷനെയും ഹാർഡ്വെയർ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ അലോ ചെയ്യത്തില്ല. എപ്പോഴും അവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ലോവർ ലെയേഴ്സ് ത്രൂ മാത്രമേ ആപ്സിന് ഹാർഡ്വെയറിനും അതേപോലെ സിസ്റ്റം റിസോഴ്സിനും ആക്സസ് കൊടുക്കത്തുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ ലെയറിൻ്റെ അകത്തുള്ള കുറച്ച് മേജർ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്. ഈ ഒരു കമ്പോണൻ്റ് വെച്ചിട്ടാണ് നമ്മൾ യൂസേഴ്സ് ആപ്പുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ സർവീസസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്. ഈ കമ്പോണൻ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സർവീസസ് എന്ന് പറയുന്ന കമ്പോണൻസ് ആണ്. ഇതിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് നെറ്റ് ഓണാക്കി വാട്സപ്പ് എടുക്കുന്ന നേരത്ത് മെസ്സേജസൊക്കെ ലോഡാവുന്ന ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, കുറച്ച് നേരത്തേക്ക് ഇച്ചിരി ഡിലേ ഒക്കെ ഉണ്ടാവില്ലേ പഴയ മെസ്സേജസൊക്കെ ലോഡാവാൻ. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ സെർവറിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഡിലേ വരുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻ്റാണ്. മൂന്നാമത് വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സാണ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു PDF വ്യൂവർ വെച്ചിട്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം വാട്സപ്പ് ത്രൂ. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ PDF വ്യൂവറിൻ്റെ ആപ്പിൻ്റെ അകത്ത് നമ്മൾ ഷെയർ ക്ലിക്ക് ചെയ്ത് നമ്മൾ വാട്സപ്പിൻ്റെ ഐക്കൺ ചൂസ് ചെയ്തിട്ട് കോണ്ടാക്റ്റിലേക്ക് നമ്മൾ ആ ഒരു ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സാണ്. അതായത് ഒരു ആപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലേക്ക് ഡാറ്റ ഷെയർ ചെയ്ത് ആ രണ്ടാമത് റിസീവ് ചെയ്യുന്ന ആപ്പിൽ അപ്പോൾ അവർക്ക് ആ ഒരു ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും. ഫൈനലി വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സാണ്. ഇവരെന്ന് പറഞ്ഞാൽ സിസ്റ്റം വൈഡായിട്ടോ അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഈവൻറ്റ്സ് ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണത്. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വീഡിയോ കോളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ബാറ്ററിയുടെ ചാർജ് ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് പോസിബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സിന് സിസ്റ്റം വൈഡായിട്ട് ഒരു ഈവൻ്റ് റിസീവ് ചെയ്യും, അതായത് ബാറ്ററി ലോ ആണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ആപ്ലിക്കേഷൻ ലെയർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയറാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആപ്ലിക്കേഷൻസിന് കുറച്ച് ഹൈ ലെവലായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെയറാണ്. അതായത് ഇവർക്ക് കുറേ സെറ്റ് ഓഫ് APIs അതുപോലെ സർവീസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആപ്പിൻ്റെ റിസോഴ്സസ് മാനേജ് ചെയ്യാനും യൂസർ ഇൻ്റർഫേസ് മാനേജ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആക്കാനൊക്കെയാണ് കൂടുതലായിട്ടും ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. ഈ ഒരു ലെയർ നമ്മളുടെ ആപ്പ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ലെയർ നമുക്ക് കുറച്ച് പ്രീ ബിൽട്ട് ആയിട്ടുള്ള സർവീസസ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് യൂസർ ഇൻപുട്ട്, അതേപോലെ കണ്ടൻറ്റ് മാനേജ്മെൻറ്റ്, വിൻഡോ മാനേജ്മെൻറ്റ് പോലുള്ള കുറച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ യൂസർ ഇൻപുട്ട് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ടൈപ്പൊക്കെ ചെയ്യുമല്ലോ, ചാറ്റ് ചെയ്യണ നേരത്ത് ടൈപ്പ് ചെയ്യാറുണ്ട്. അതല്ല എങ്കിൽ ഇപ്പോൾ വെബ് ബ്രൗസറിൽ നമ്മൾ ഫോം ഫില്ല് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ
അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ആ കീബോർഡ് വരുന്നതും അതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇൻപുട്ടായിട്ടൊക്കെ പോണത് അത് ആക്ച്വലി ഒരു സർവീസ് ആൻഡ്രോയിഡിനകത്ത് കോറായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഡെവലപ്പേഴ്സിന് ആ ഒരു ടൈപ്പ് ചെയ്യണതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ പറയണ്ട, ജസ്റ്റ് അവർക്കൊരു ഇൻപുട്ട് ബോക്സ് കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതേപോലെ അത്രയ്ക്ക് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള പ്രീബിൽട്ട് ആയിട്ടുള്ള സർവീസസ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക് ലെയറിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ വരുന്നത് ആക്ടിവിറ്റി മാനേജറാണ്. ഈ ആക്ടിവിറ്റി മാനേജറുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ആപ്പിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ആക്ടിവിറ്റീസിൻ്റെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യലും അതുപോലെ തന്നെ യൂസർ ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്ക്രീനിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ആ ഒരു നാവിഗേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആക്ടിവിറ്റി മാനേജറാണ്. പിന്നെ വരുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സാണ്. ഇത് നമ്മൾ നേരത്തെ ആ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. സെയിം പർപ്പസ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഇൻറ്റൻ്റ് എന്നും പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇനി വരുന്ന മൊഡ്യൂളിൽ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇൻറ്റൻറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നാവിഗേഷന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡാറ്റ നമുക്ക് പല ആപ്സിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് ഇതാണ് ഓരോ ആപ്പിലേക്കും ഡാറ്റ ഷെയർ ചെയ്യുന്നത് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഡാറ്റ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്വറി പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് മാനേജറാണ്. ഈ ഒരു റിസോഴ്സ് മാനേജർ ആപ്പിലുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും നിൽക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ആപ്പ് കോഡ് ഡെവലപ്പൊക്കെ ചെയ്യണം നേരത്തെ അതിൻ്റെ അകത്ത് കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രിങ് പിന്നെ അതേപോലെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ലേഔട്ട്സും ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസോഴ്സ് മാനേജർ നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന അടുത്ത കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ മാനേജറാണ്. അത് ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ആപ്പിന് പുതിയ നോട്ടിഫിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ മാനേജേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈവൻ്റ് നടക്കുന്ന നേരത്ത് യൂസേഴ്സിന് അതനുസരിച്ചിട്ട് ആ നോട്ടിഫിക്കേഷൻസ് അലർട്ട് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. ഫൈനലി നമുക്കിവിടെ വരുന്ന ലാസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ വ്യൂ സിസ്റ്റമാണ്. വ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആപ്പിനകത്തുള്ള UI എലമെൻറ്റ്സ്, അതായത് ഇൻപുട്ട് ബോക്സ്, സബ്മിറ്റ് ബട്ടൺ, അങ്ങനെയുള്ള UI എലമെൻറ്റ്സും പിന്നെ അതുപോലെ ആപ്പിൻ്റെ ഓരോ ആക്ടിവിറ്റി ലേഔട്ടും അതിൻ്റെ ഇൻട്രാക്ഷൻസ്, അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ കൂടുതലും മാനേജ് ചെയ്യുന്നത് വ്യൂ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻ്റാണ്. ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക് കഴിഞ്ഞു വരുന്ന ലെയർ എന്ന് പറഞ്ഞാൽ ലൈബ്രറീസ് എന്ന് പറയുന്ന ഒരു ലെയറാണ്. ഇത് കുറച്ച് ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെയറാണ്. ഇതിനകത്ത് കോറായിട്ടുള്ള ലൈബ്രറീസും അതുപോലെ കുറച്ച് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ലൈബ്രറീസും കാര്യങ്ങളൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ലൈബ്രറീസിന് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റിയത് SQLite ലൈബ്രറി അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡെവലപ്പേഴ്സിന് ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ അവരുടെ ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് ആ ഒരു ലൈബ്രറി യൂസ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ലൈബ്രറീസ് ലെയറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന് വേണ്ടുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന ലൈബ്രറീസ് ഒന്നില്ലെങ്കിൽ ജാവ വെച്ചിട്ടോ അല്ലെങ്കിൽ C++ ഒക്കെ വെച്ചിട്ടാണ് പൊതുവെ ഡെവലപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഡെവലപ്പേഴ്സിന് ആപ്പ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ഫോക്കസ് ചെയ്താൽ മതി. ഈ ബിൽട്ടിനായിട്ടുള്ള ലൈബ്രറീസും അതുപോലെ ബാക്കി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ലൈബ്രറീസൊക്കെ വെച്ചിട്ട് അവർക്ക് വേറെ ഒരുപാട് ഫങ്ഷണാലിറ്റീസും കാര്യങ്ങളൊക്കെ ആപ്പിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പം പറ്റും. ഇനി നമുക്ക് ആൻഡ്രോയിഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ലൈബ്രറീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് Android.app എന്ന് പറയുന്ന ലൈബ്രറിയാണ്. ഈ ലൈബ്രറിക്കകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന് ഇൻട്രാക്ഷനും അതുപോലെ അതിൻ്റെ ലൈഫ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്.
അടുത്തതായിട്ട് വരുന്ന ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഡോട്ട് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. ഈ ഒരു ലൈബ്രറി ഡാറ്റ ഷെയറിങ് എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും അതുപോലുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലൈബ്രറിയിൽ ഉള്ളത്. പിന്നെ വരുന്ന ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഡോട്ട് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. ഇതിൽ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ SQLite ഡാറ്റാബേസുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻസും പോസിബിളാക്കി തരും. അതാണ് ആൻഡ്രോയിഡ് ഡോട്ട് ഡാറ്റാബേസ് എന്ന് പറയുന്ന ലൈബ്രറി ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ. പിന്നെ വരുന്ന ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഡോട്ട് OS എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. ഈ ലൈബ്രറിക്കകത്ത് സിസ്റ്റം ലെവലിലുള്ള യൂട്ടിലിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. അതും സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാനും മെസ്സേജസ് ഹാൻഡിൽ ചെയ്യാനും പിന്നെ സർവീസസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള യൂട്ടിലിറ്റി മെത്തേഡ്സാണ് ഈ ആൻഡ്രോയിഡ് ഡോട്ട് OS എന്ന് പറയുന്ന ലൈബ്രറിക്കകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ടെക്സ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസാണ് ഈ ഒരു ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് നമുക്ക് ഡിഫൈൻ ചെയ്യാനും അതിന് വേറെ എന്തെങ്കിലും ഫോർമാറ്റിങ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുള്ള മെത്തേഡ്സും ക്ലാസ്സസും ഒക്കെ ഈ ആൻഡ്രോയിഡ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറിയിൽ പ്രസൻ്റ് ആണ്. ഫൈനലി വരുന്ന ഒരു കോർ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഡോട്ട് വ്യൂ എന്ന് പറയുന്ന ലൈബ്രറിയാണ്. ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ് എലമെൻറ്റ്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ലൈബ്രറിയാണ്. അതായത് നമ്മളുടെ ബട്ടൺ, ഇൻപുട്ട് ബോക്സ് അങ്ങനെയുള്ള UI എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രീ ഡെഫിനിഷൻ ഈ ഒരു ലൈബ്രറിക്കകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് കോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ലൈബ്രറീസ് കഴിഞ്ഞ് വരുന്ന അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുന്ന ഒരു ലെയറാണ്. ഈ ഒരു ലെയറാണ് നമ്മളുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ. പണ്ടത്തെ ആൻഡ്രോയിഡ് വെർഷൻസിൽ ഡാൽവിക് വെർച്വൽ മെഷീൻ അഥവാ DVM എന്ന് പറയുന്ന ഒരു വെർച്വൽ മെഷീൻ വെച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻസൊക്കെ റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻസ് വന്നപ്പോൾ, അതായത് ആൻഡ്രോയിഡ് 6 തൊട്ടിട്ട് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആൻഡ്രോയിഡ് വെർഷൻസിൽ ഈ DVM മാറ്റിയിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് DVM ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ജനറലായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമുക്കിവിടെ ഡാൽവിക് വെർച്വൽ മെഷീനാണ് ഫോക്കസിൽ വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഒരു സാധാരണ PC വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ മൊബൈൽ ഡിവൈസസിന് മെമ്മറി കുറവാണ്, അതുപോലെ പ്രോസസ്സിങ് അപ് ടു ദി മാർക്കല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിസ്റ്റത്തിലെ പോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് നമ്മൾ ഡാൽവിക് വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന DVM സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ DVM ഡിസൈൻ ചെയ്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ബെറ്റർ പെർഫോമൻസിനും അതുപോലെ മെമ്മറി യൂസേജിനും വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ള ഒരു മൊബൈൽ ഡിവൈസിൽ അത് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യും. ഡാൽവിക് വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജാവ വെർച്വൽ മെഷീന് സിമിലർ ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ജാവ വെർച്വൽ മെഷീൻസിൽ നമ്മൾ ജാവ ബൈറ്റ് കോഡായിട്ടാണ് എക്സിക്യൂട്ട് ആവുന്നത്. പക്ഷേ ഡാൽവിക്കിൻ്റെ കേസിൽ അവർ ഒരു സ്പെഷ്യൽ ഫോർമാറ്റിലുള്ള ഫയലാണ് റൺ ചെയ്യാൻ അലോ ചെയ്യുക. ജാവ ബൈറ്റ് കോഡ് റൺ ചെയ്യാൻ അലോ ചെയ്യത്തില്ല. പകരം അവർ ഡാൽവിക് എക്സിക്യൂട്ടബിൾ, അതായത് .dex എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള ഫയൽസ് റൺ ചെയ്യാൻ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. ഈ .dex എന്ന് പറയുന്ന ഡാൽവിക് എക്സിക്യൂട്ടബിൾ നമ്മളുടെ മൊബൈൽ ഹാർഡ്വെയറിൽ ലോ മെമ്മറിയിൽ എഫിഷ്യൻ്റായിട്ട് എക്സിക്യൂഷന് വേണ്ടിയിട്ട് പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ്. ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഒരു ലെയറാണ് ലിനക്സ് കെർണൽ. ലിനക്സ് കെർണൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എൻ്റയർ സിസ്റ്റത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് പറയാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫൗണ്ടേഷണൽ ലെയറാണ്. ഈ ഒരു ലിനക്സ് കെർണലാണ് നമ്മളുടെ
ഹാർഡ്വെയർ റിസോഴ്സായിട്ടൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ CPU, മെമ്മറി, സ്റ്റോറേജ്, അതുപോലെ ബാക്കി സെൻസേഴ്സ്, മൊബൈൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് കാര്യങ്ങളൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് ലിനക്സ് കെർണൽ ഡയറക്റ്റ് ആയിട്ടാണ്. വേറെ സാധാ ആപ്ലിക്കേഷൻസ് പോലും ഡയറക്റ്റ് ഹാർഡ്വെയറായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ ആൻഡ്രോയിഡ് അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ലിനക്സ് കെർണൽ ഫണ്ടമെൻ്റലായിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസസ് മാനേജ്മെൻറ്റ് വരെ ലിനക്സ് കെർണൽ ഹാൻഡിൽ ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ തേർഡ് സെമ്മിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഡെഡ് ലോക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസം കാര്യങ്ങളൊക്കെ ലിനക്സ് കെർണൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്.